വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോ നമ്മളെ കഴിഞ്ഞ ഒരു വീഡിയോ അത്യാവശ്യം ആൾക്കാരിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കുറെ പേരൊക്കെ അത് എഫക്റ്റീവ് ആണെന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഓക്കെ, ആ ഒരു വീഡിയോ എല്ലാവരും കണ്ടു എന്ന് പറഞ്ഞതിൽ സന്തോഷം. അപ്പൊ നമ്മളിപ്പോ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറെ പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇലക്ട്രിക്കൽ എങ്ങനെ വേണം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാം അനാലിസിസ് വീഡിയോ ഒക്കെ ചെയ്യുമോ എന്നുള്ള രീതിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നിപ്പോ അതിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന്റെ സബ്ജക്ട് വൈസ് വെയിറ്റേജ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മൾ മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ സീരീസ് ചെയ്യുന്നുണ്ടാവും. അത് കൂടാണ്ട് ഒരു 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ വൺ ബൈ വൺ ആയിട്ട് കമ്മിങ് ഡേയ്സിൽ എന്താ അത് വരുന്നുണ്ടാവും. അപ്പോ നമുക്ക് ഏറ്റവും എന്താ സിലബസ് നോക്കാം. സിലബസ് നിങ്ങൾക്ക് അറിയാം, ടോട്ടൽ 11 സബ്ജക്റ്റ് ആയിട്ടാണ് ഉള്ളത്. 11 സബ്ജക്റ്റില് ഇതിലിപ്പം പറഞ്ഞ പോലെ ബേസിക് കൺസെപ്റ്റ്, സർക്യൂട്ട് ലോ, മാഗ്നറ്റിക് സർക്യൂട്ട്സ്, എ സി ഫണ്ടമെന്റൽ, ഇതൊക്കെ നമുക്ക് എന്താ സർക്യൂട്ട്സ് എന്നുള്ള ആ ഒരു കാറ്റഗറിയിൽ എന്താ നമുക്ക് പെടുത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, നമ്മളെ PSC ആണെന്നുണ്ടെങ്കിൽ ബേസിക് കോൺസെപ്റ്റ്, സർക്യൂട്ട് ലോയും ബേസിക് ഫണ്ടമെന്റലും കൂടിയിട്ടാണ് സർക്യൂട്ട്സ്. പിന്നെ രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് സർക്യൂട്ട്സ് എന്ന രീതിയിൽ എയ്ക്ക് എന്താ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ട്. പക്ഷെ നമ്മൾ പണ്ടത്തെ സിലബസ് പ്രകാരമാണെങ്കിൽ ഇതെല്ലാം കൂടിയിട്ടാണ് ഒരു സർക്യൂട്ട്സ് എന്ന് പറഞ്ഞ മൊഡ്യൂൾ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ എനിവേ ഇതിലെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതിലെ കേസ് ഫണ്ടമെന്റൽസിനൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും സ്വാഭാവികമായിട്ടും. കാരണം എന്താ വെച്ചാൽ ഈ ഒരു RMS വാല്യൂവിനെ വെച്ചിട്ടും അതേപോലെ ആ ഒരു ആവറേജ് വാല്യൂ, അതുപോലെ ഫോം ഫാക്ടർ, അതൊക്കെ വെച്ചിട്ട് അധികം ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അതേപോലെ ഈ മാഗ്നറ്റിക് സർക്യൂട്ട്സ്, അതുപോലെ റെസിസ്റ്ററിനൊക്കെ ഡിഫറെന്റ് കോമ്പിനേഷൻ ഒക്കെ വെച്ചിട്ട്, അതേപോലെ ലോസിനെ വെച്ചിട്ട് ഒക്കെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന ഏരിയാസ് തന്നെയാണിത്. അപ്പൊ ഇതിൽ നിന്ന് ഈ സർക്യൂട്ട്സിന് എന്ത് ചെയ്യാം, കൂടുതൽ വെയിറ്റേജ് ഉണ്ട്. അതായത് ഈ 4 ടോപ്പിക്കും കൂടിയിട്ട് എന്ത് ചെയ്യാം, നല്ലൊരു വെയിറ്റേജ് ഉണ്ട്. അതിന്റെ അനാലിസിലേക്ക് നമുക്ക് പോവാം. അപ്രോക്സിമേറ്റ്ലി ഒരു 22+ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, 22% ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഏരിയ എന്ത് ചെയ്യാം, നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ നമുക്ക് ചെയ്യാം. പിന്നെയാണ് എന്തുള്ളത്, അഞ്ചാമത്തായിട്ട് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് വരുന്നുണ്ട്. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് അഞ്ചാമത്തെ മൊഡ്യൂളായിട്ട്, അഞ്ചാമത്തെ ടോപ്പിക്കായിട്ട് വരുന്നുണ്ട്, അഞ്ചാമത്തെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ എന്താ, 6ഉം 7ഉം കൂടി കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇലക്ട്രിക്കൽ മെഷീൻസ് എന്നുള്ള രീതിയിൽ പറയാം. അതിലിപ്പോ ആറാമത്തെ മൊഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളത് DC മെഷീൻസ്, ട്രാൻസ്ഫോമേഴ്സ്, സിംഗിൾ ഫേസും 3 ഫേസ് ട്രാൻസ്ഫോമേഴ്സും, അതേപോലെ ഇൻഡക്ഷൻ മോട്ടോഴ്സും ആണ് പറഞ്ഞത്. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സും ആണ് പറഞ്ഞേക്കുന്നത്. അതേപോലെ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോഴ്സും ഉണ്ട്. പിന്നെ ഏഴാമത്തേലാണ് സിംഗ്ലസ് മെഷീൻസ് എന്നുള്ള രീതിയിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് രണ്ടും കൂടി കമ്പൈൻ ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇലക്ട്രിക്കൽ മെഷീൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് എട്ടാമത്തെ മൊഡ്യൂള് പവർ സിസ്റ്റം അല്ലെങ്കിൽ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആണ് വരുന്നത്. ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, അതിന് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പവർ സിസ്റ്റം ചോദ്യം ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ ലോഡ് ഫാക്ടർ, ഡിമാൻഡ് ഫാക്ടർ, ഡൈവേഴ്സിറ്റി ഫാക്ടർ, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ട് ആ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ഫോൾട്ടിനെ ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ഷുവർ ആണ്. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അതിലേക്കൊക്കെ പോവാം. ഓക്കെ, ഏതൊക്കെ ഏരിയാസിനാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. പിന്നെ നിങ്ങൾ ഏതൊരു എക്സാം നോക്കിക്കഴിഞ്ഞാലും ഈ ഡിസൈൻ എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങളിപ്പോ SSC എടുത്തോ, അതല്ല എന്നുണ്ടെങ്കിൽ ഏത് സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിലുള്ള ഏതൊരു എക്സാം, ഡിപ്ലോമ ലെവൽ എക്സാമോ ബിടെക് ലെവൽ എക്സാമോ നിങ്ങൾ നോക്കിക്കോ, അതിൽ എന്തുണ്ട്, എസ്റ്റിമേഷൻ കോസ്റ്റിംഗിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു 9 തൊട്ട് 10 മാർക്ക് വരെ എന്താ ഈ ഒരു എസ്റ്റിമേഷൻ കോസ്റ്റിംഗിന് ചോദിക്കാറുണ്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പലരും എന്താ ഒഴിവാക്കുന്ന ഒരു ഏരിയ ആണിത്. ഓക്കെ, പലരും ഒഴിവാക്കുന്ന ഒരു ഏരിയ ആണ്. പക്ഷെ ഇതിൽ നിന്ന് എന്താ 9 തൊട്ട് 10 മാർക്ക് വരെ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ചോദിക്കുന്നുണ്ട്. എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. കാരണം വെച്ചാൽ ഇപ്പം PSC ഒന്നും എന്താ അധികം ആൾക്കാരും പഠിക്കാതെ പോകും. അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം കുറെ പേർക്കൊക്കെ പറ്റിയാണ്. കാരണം വെച്ചാൽ എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് എന്താ RRB ജയിക്കാൻ കുറെ പേര് എന്ത് പഠിക്കാണ്ട് പോയി. അവര് മുന്നത്തെ SSCയുടെ ട്രെൻഡ് ഒന്നും അവർ നോക്കിയിട്ടുണ്ടായില്ല. അപ്പൊ അതുകൊണ്ട് എന്താ അവർക്ക് അവിടെയാണ് എന്താ കാലിടറിയേക്കുന്നത്. കാരണം വെച്ചാൽ SSCക്കൊക്കെ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയയാണ് എസ്റ്റിമേഷൻ കോസ്റ്റിംഗ്. ഇവര് മെയിൻ ആയിട്ട് എന്ത് ചെയ്തു, സർക്യൂട്ട്സ്, മെഷീൻസ് ഒക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പോയേക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം. അധികം സമയം ഉണ്ടായില്ലല്ലോ. അപ്പൊ പക്ഷെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത് ഏറ്റവും അത് സർക്യൂട്ട്സ് ഒക്കെ വന്നതല്ല, അതല്ലാതെ ഈ ഒരു ഏരിയ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നു. പിന്നെ യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി, പിന്നെ ബേസിക് ഇലക്ട്രോണിക്സ്. ഇതാണ് നമ്മുടെ സിലബസ് പ്രകാരമുള്ള പോയിന്റ്, പിന്നെ 11 സബ്ജക്ട്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, 11 സബ്ജക്ട്സ്. അപ്പൊ ഇതിന്റെ സബ്ജക്ട് വൈസ് വെയിറ്റേജ് നമുക്ക് നോക്കുവാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 3 ദിവസം 3 ഷിഫ്റ്റ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. ആക്ച്വലി രണ്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ ഇടയ്ക്ക് ഒരു ദിവസം എന്ത് ചെയ്യാം, ഏതൊരു സംസ്ഥാനത്ത് ഒരു ഇലക്ഷൻ വന്നു. ഇലക്ഷൻ വന്നുകൊണ്ട് എന്ത് ചെയ്യാം, അത് മാറ്റി. അതായത് 28 തൊട്ടിട്ട് 1-ാം തീയതി, അതായത് ഓഗസ്റ്റ് 28 തൊട്ടിട്ട് സെപ്റ്റംബർ 1 വരെയാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനിടയ്ക്ക് ഒരു ഇലക്ഷൻ അങ്ങനെ എന്തോ വന്നുകൊണ്ടാണ്, അങ്ങനെ എന്തോ ആയതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്യാം 19-ാം തീയതിയിലേക്ക് കൂടി മാറ്റിയേക്കുന്നത്. ഓക്കെ,
അപ്പൊ അതുകൊണ്ടാണ് അവിടെ 19 എന്നുള്ള എക്സാക്ട് ഒരു ഡേറ്റും കൂടി അവിടെ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് റിസൾട്ട് കുറച്ച് ഡിലേ ആവും ചെയ്തേക്കുന്നത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ബേസിക് കൺസെപ്റ്റ് ഒന്നാമത്തെ മൊഡ്യൂളിന്ന് ഫസ്റ്റ് 30-ാം തീയതി 11 ക്വസ്റ്റ്യൻസും 1-ാം തീയതി 8ഉം 19-ാം തീയതി 10 ക്വസ്റ്റ്യൻസും ആണ് വന്നേക്കുന്നത്. അതേപോലെ സർക്യൂട്ട് ലോന്ന് 6, 2, 3. ഇത് നമ്മൾ എക്സാക്ട് ആയിട്ടുള്ള നമ്മളൊരു എന്താ പറയുക അപ്രോക്സിമേറ്റ് ചെയ്തെടുത്ത ഡാറ്റാസ് ആണ്. ഓക്കെ, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചിലത് എന്താ അതിലും ഇതിലും പെടുത്താനൊക്കെ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ മാഗ്നറ്റിക് സർക്യൂട്ട്സ് 5, 8, 5. അതേപോലെ എ സി ഫണ്ടമെന്റ്സിന് 6, 9, 8 എന്നുള്ള രീതിയിലാണ് എന്ത് വന്നിട്ടുള്ളത് അവിടെ വെയിറ്റേജ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് നമ്മൾ ഏറ്റവും ആദ്യം 4 കൂടി കൂടിയിട്ടാണ് നമ്മൾ എന്ത് പറഞ്ഞേക്കുന്നത്, സർക്യൂട്ട്സ് എന്ന് പറഞ്ഞേക്കുന്നത് അല്ലെ. ഏറ്റവും ആദ്യത്തെ 4 കൂടി കൂടിയിട്ടാണ് ഒരു സർക്യൂട്ട്സ് രീതിയിൽ നമ്മളവിടെ വന്നത്. അത് ഫസ്റ്റ് ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിലോ 28 ക്വസ്റ്റ്യൻസിന്റെ അടുത്ത് വന്നിട്ടുണ്ടല്ലേ. അതേപോലെ സെക്കൻഡ് ഷിഫ്റ്റ് സെക്കൻഡ് ഡേ ആണെങ്കിലോ 27 ക്വസ്റ്റ്യൻസിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. തേർഡ് ഡേ ആണെങ്കിൽ 26 ക്വസ്റ്റ്യൻസിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. 26, 27, 28 എന്ന രീതിയിലാണ് അവിടെ എന്തെയ്ക്കുന്നത് വന്നേക്കുന്നത്. അപ്പൊ ഓൺ ആൻ ആവറേജ് നമുക്ക് 27 ക്വസ്റ്റ്യൻസ് വന്ന രീതിയിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അതായത് സർക്യൂട്ട്സ് എന്ന് പറയുന്ന മൊഡ്യൂളിൽ നിന്ന് 27 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സംഭവം എന്താ, ബേസിക് കോൺസെപ്റ്റ്, സർക്യൂട്ടിലോ മാഗ്നറ്റിക് സർക്യൂട്ട്സ്, എ സി ഫണ്ടമെന്റൽസ്. പിന്നെ അതേ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് വന്നേക്കുന്നത് അത് 7, 9, 15 എന്നുള്ള രീതിയിലാണ്. അപ്പൊ അപ്രോക്സിമേറ്റ് ആയിട്ട് പറഞ്ഞാൽ ഒരു 11% എന്ന രീതിയിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ഇലക്ട്രിക്കൽ മെഷീൻസ് 17, 13, 14 എന്നുള്ള രീതിയിലാണ് വന്നേക്കുന്നത്. പിന്നെ സിംഗിൾസ് മെഷീൻസിന് സെപ്പറേറ്റ് ആയിട്ട് എന്തുണ്ട് 8, 9, 6. നമ്മുടെ സിലബസിൽ അങ്ങനെ പറഞ്ഞിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടേക്കുന്നത്. പിന്നെ നമ്മുടെ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, പവർ സിസ്റ്റം എത്ര 8, 10, 10 അല്ലെ. അപ്പൊ അപ്രോക്സിമേറ്റ് 28 ഉണ്ട്. അപ്പോ ഒരു 9%, 10% എന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതേപോലെ എസ്റ്റിമേഷൻ ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞല്ലേ 13 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ 9, ഇവിടെ 12 കണ്ടില്ലേ. ഓൺ ആവറേജ് നമുക്ക് എത്ര 11% എന്ന രീതിയിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി, ഹീറ്റിംഗ്, വെൽഡിങ് കാര്യങ്ങളൊക്കെയാണ്. അത് ഏറ്റവും ആദ്യത്തെ 30-ാം തീയതി കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. പക്ഷെ 1-ാം തീയതി 19-ാം തീയതി നല്ല നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അവിടെ വന്നിട്ടുണ്ട്. പിന്നെ പലരും വിട്ടുപോകുന്ന അല്ലെങ്കിൽ പലരും പഠിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ബേസിക് ഇലക്ട്രോണിക്സ്. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിജിറ്റലിലൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഡിജിറ്റൽ ഒന്നും എന്ത് ചെയ്യാം, നമ്മുടെ സിലബസിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞില്ല. പക്ഷെ ഡിജിറ്റലിന്റെ ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാം ബേസിക് ഇലക്ട്രോണിക്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അതായത് അനലോഗിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം സിമ്പിൾ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പവർ ഇലക്ട്രോണിക്സിന്റെ ഒക്കെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം ഈ ബേസിക് ഇലക്ട്രോണിക്സിൽ ആഡ് ആക്കിയിട്ടുണ്ട് നമ്മൾ. ഓക്കെ, അതൊക്കെ എന്ത് ചെയ്യാം കഴിഞ്ഞ സിലബസിൽ ഉണ്ടായിരുന്നു. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് സിലബസിൽ ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്ത് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് ടോട്ടൽ നമുക്കൊരു വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ സർക്യൂട്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 27% എന്താ നമുക്ക് വെയിറ്റേജ് കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെയുള്ള എന്താ മെഷീൻസ് ആണ്. ഇലക്ട്രിക്കൽ മെഷീൻസും സിംഗിൾസ് മെഷീൻസും കൂടി കമ്പൈൻ ആയിട്ടുള്ള മെഷീൻസ് ആണ് 22% വെയിറ്റേജ് നമുക്ക് അതിന് കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെയുള്ള എന്താ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന് 11%, എസ്റ്റിമേഷൻ കോസ്റ്റിംഗിന് 11%, പവർ സിസ്റ്റത്തിന് 10%, ബേസിക് ഇലക്ട്രോണിക്സിന് 10%, യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജിന് 50%. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് വെയിറ്റേജ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ 11 സബ്ജക്ട്സ് ഉള്ളത്. അതിൽ നമ്മൾ ഏറ്റവും പറഞ്ഞാൽ ബേസിക് കോൺസെപ്റ്റ്, സർക്യൂട്ടിലോ മാഗ്നറ്റിക് സർക്യൂട്ട്സ്, അതുപോലെ എസി ഫണ്ടമെന്റൽസ് കൂടിയിട്ട് നമ്മൾ എന്ത് സർക്യൂട്ട്സ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളായിട്ട് നമ്മൾ മാറ്റിയേക്കുന്നത്. അപ്പോൾ ടോട്ടൽ നമുക്ക് 7 മൊഡ്യൂൾ എന്ന രീതിയിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അതുപോലെ ഇലക്ട്രിക്കൽ മെഷീൻസും സിഗ്നൽസ് മെഷീൻസും കൂടി കൂടിയിട്ട് എന്ത് നമ്മൾ അവിടെ മെഷീൻസ് എന്നുള്ള രീതിയിൽ അവിടെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ എന്ത് നമുക്ക് 2019 എക്സാം അനാലിസിന് എന്ത് ചെയ്യാം നമുക്ക് ജസ്റ്റ് ഒന്ന് പൈ ഡയഗ്രാമിൽ എന്ത് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സർക്യൂട്ട്സ് എത്ര 27%, മെഷീൻസ് ആണ് പിന്നെ വെയിറ്റേജ് ഉള്ളത്. എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് 11, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് 11, പവർ സിസ്റ്റം 10, ബേസിക് ഇലക്ട്രോണിക്സ് 10, യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക് എനർജി 9% എന്ന രീതിയിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇതിൽ നമ്മള് ഓക്കെ ഓക്കെ ഈ ഒരു രീതിയിൽ എന്താ നമുക്ക് അവിടെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഈ ഒരു വെയിറ്റേജ് ഉള്ള എന്താ നിങ്ങൾ ഓർത്ത് വെക്കാം. അപ്പോൾ ഇതിന് കൂടുതൽ വെയിറ്റേജ് കൊടുത്തിട്ട് എന്താ നിങ്ങൾ പഠിക്കാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എ സി ഫണ്ടമെന്റൽസ്, ബേസിക് ഇലക്ട്രിക് ബേസിക് കോൺസെപ്റ്റ്, സർക്യൂട്ടിലോ മെയിൻ സർക്യൂട്ട്സ്, എ സി ഫണ്ടമെന്റൽസ്, പിന്നെ മെഷീൻസ്. ഓക്കെ, ആ ഒരു രീതിയിൽ തന്നെ എന്താ കൂടുതൽ വെയിറ്റേജ് കൊടുക്കാം. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എസ്റ്റിമേഷൻ കോസ്റ്റിംഗ് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിന് വെയിറ്റേജ് കൊടുക്കണം. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിന് കൊടുക്കണം. പിന്നെ ബേസിക് ഇലക്ട്രോണിക്സിന് കൊടുക്കണം. യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി, പിന്നെ പവർ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഓർത്ത് വെക്കുക. ഇതിനനുസരിച്ചിട്ട് എന്താ നിങ്ങൾ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ എന്ന് വെച്ചാൽ മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതാവും. അത് കൂടാതെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ
ഏതൊക്കെ ഏരിയാസ് നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നതെന്നുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ നോക്കുന്നുണ്ടാവും. ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.